നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സന്ദർശക വിസയിൽ വന്നവർ വിസ കാലാവധി കഴിഞ്ഞ രാജ്യത്ത് തുടർന്നാൽ നാടുകടത്തുമെന്ന വ്യാജ പ്രചരണം. ദുബായിൽ പുതിയ സപ്ലൈ ചെയിൻ ഓഫീസ് തുറന്ന മലബാർ ഗോൾഡ്. കൗതുകമായി മദീനയിലെ അൽഗർസ് കിണർ. വെള്ളം കുടിച്ചും ഫോട്ടോ എടുത്തും തീർത്ഥാടകർ. ലഹരി. ഒരു വർഷത്തിനിടെ പിടിയിലായത് 11,988 പേർ. മാവേലി മാർക്കറ്റിലെ ചെറുകിട വ്യാപാരം നിലനിർത്തുമെന്ന മസ്കത്ത് മുനിസിപ്പാലിറ്റി. ഫിഫ ലോകകപ്പ് ഏഷ്യൻ യോഗ്യതാ മത്സരം. ഒമാനും കുവൈത്തും ഗ്രൂപ്പ് ബിയിൽ. നൂറുകണക്കിന് പൈലറ്റുമാരെയും ജീവനക്കാരെയും റിക്രൂട്ട് ചെയ്യാനൊരുങ്ങി ഇത്തിഹാദ് എയർവേസ്. സന്ദർശക വിസയിൽ വന്നവർ വിസ കാലാവധി കഴിഞ്ഞ രാജ്യത്ത് തുടർന്നാൽ നാടുകടത്തുമെന്ന വ്യാജ പ്രചരണം. സന്ദർശക വിസയിൽ വന്നവർ വിസ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് തുടർന്നാൽ അവരെ കരിമ്പട്ടികയിൽപ്പെടുത്തുമെന്നും നാടുകടത്തുമെന്നും പറഞ്ഞുള്ള സമൂഹ മാധ്യമ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അറിയിച്ചു. GDRFAയുടെ പേരിൽ നടത്തുന്ന ഈ പ്രചാരണത്തിന് അടിസ്ഥാനമില്ല. ചില ട്രാവൽ ഏജൻസികൾ അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ വീഡിയോ അടക്കം പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് GDRFAയുടെ വിശദീകരണം. ഇത്തരം പ്രചാരണങ്ങൾ വിശ്വസിക്കരുതെന്നും വിസ സംബന്ധമായ അന്വേഷണങ്ങൾക്ക് 800-511 എന്ന നമ്പറിൽ വിളിക്കാമെന്നും GDRFA അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. ദുബായിൽ പുതിയ സപ്ലൈ ചെയിൻ ഓഫീസ് തുറന്ന മലബാർ ഗോൾഡ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദുബായ് എയർപോർട്ട് ഫ്രീ സോണിൽ പുതിയ സപ്ലൈ ചെയിൻ ഓഫീസ് തുറന്നു. ജ്വല്ലറി ഗ്രൂപ്പിന്റെ രാജ്യാന്തര വ്യാപാരം ഏകോപിപ്പിക്കുന്നതിനാണ് പുതിയ ഓഫീസ് തുറന്നത്. മലബാർ ഗോൾഡിന്റെ ലോജിസ്റ്റിക് വിഭാഗത്തെ ശക്തിപ്പെടുത്താനും വിതരണ ശൃംഖല മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ളതാണ് പുതിയ ഓഫീസ് എന്ന് മാനേജിംഗ് ഡയറക്ടർ ഷംലാൽ അഹമ്മദ് പറഞ്ഞു. അത്യാധുനിക ഡിസൈൻ സ്റ്റുഡിയോ ഉൾപ്പെടെ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് സെന്ററും ഇവിടെ പ്രവർത്തിക്കും. ബ്രാൻഡിന്റെ ഡിസൈനുകളിൽ നവീകരണത്തിന് ഊന്നൽ നൽകിയാണ് ഡിസൈൻ സെന്റർ പ്രവർത്തിക്കുന്നത്. ദുബായ് എയർപോർട്ട് ഫ്രീ സോൺ ഡയറക്ടർ ജനറൽ അംന ലൂത്ത സപ്ലൈ ചെയിൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. കൗതുകമായി മദീനയിലെ അൽഗർസ് കിണർ. വെള്ളം കുടിച്ചും ഫോട്ടോ എടുത്തും തീർത്ഥാടകർ. മദീനയിലെത്തുന്ന ഹജ്ജ് ഉംറ തീർത്ഥാടകർക്ക് മുഹമ്മദ് നബിയുമായി ബന്ധമുള്ള ചരിത്രപരവും പുരാവസ്തുശാസ്ത്രപരവുമായ സ്മാരകങ്ങളിൽ പ്രത്യേക താൽപര്യമാണുള്ളത്. വർഷങ്ങളായി ഈ സ്ഥലങ്ങളെക്കുറിച്ചും അവയുടെ സൗകര്യങ്ങൾ എങ്ങനെ വികസിപ്പിച്ചെടുത്തുവെന്നും കൂടുതലറിയാൻ എല്ലാവരും ശ്രമിക്കുന്നു. അൽ അവാലി പരിസരത്തും പ്രവാചകന്റെ പള്ളിയോട് ചേർന്നുമുള്ള അൽഗർസ് കിണർ അത്തരത്തിലുള്ള ഒന്നാണ്. മദീനയിലെ നിരവധി പള്ളികളും ചരിത്ര പുരാവസ്തു സ്ഥലങ്ങളും സ്മാരകങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പരിപാടിയുടെ ഭാഗമായി ഇത് വികസന പ്രവർത്തനങ്ങൾക്കും മെച്ചപ്പെടുത്തലുകൾക്കും വിധേയമായിട്ടുണ്ട്. അൽഗർസ് കിണർ സന്ദർശിക്കുന്നവർ വെള്ളം കുടിക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഉഹുദ് രക്തസാക്ഷി സ്ഥലം, അൽ റൊമാറ്റ് മൗണ്ടൻ, ഖുബ, അൽ ബിഗ് ലദൈൻ, അൽ ബഗ്, അൽ ഗന്ദഖ്, അൽ ഗമാമ, അൽ ഇജാബ, അൽ സഖ്യ തുടങ്ങിയ പള്ളികൾ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ പ്രശസ്തമായ സ്ഥലങ്ങളുണ്ടിവിടെ. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മദീന. ലഹരി. ഒരു വർഷത്തിനിടെ പിടിയിലായത് 11,988 പേർ. UAEയിൽ ലഹരി ഇടപാട് നടത്തിയ 11,988 പേരെ ഒരു വർഷത്തിനിടെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം. ഇവരിൽ നിന്ന് മൊത്തം 29,758 കിലോ ലഹരി മരുന്ന് പിടിച്ചെടുത്തു. വ്യാപാരത്തിനായി ഉപയോഗിച്ച 2,397 വെബ്സൈറ്റുകളുടെ പ്രവർത്തനവും തടഞ്ഞു. ലഹരി മരുന്ന് നിർമ്മാർജ്ജനത്തിന് 30-ലേറെ രാജ്യങ്ങളിലെ ഏജൻസികളുടെ സഹകരണത്തോടെ വിപുലമായ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. UAE നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തിന് പുറത്തുനിന്ന് 4,481 കിലോ ലഹരി പിടിച്ചെടുത്തതായും അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. മാവേലി മാർക്കറ്റിലെ ചെറുകിട വ്യാപാരം നിലനിർത്തുമെന്ന മസ്കത്ത് മുനിസിപ്പാലിറ്റി. മാവേലപ്പഴം, പച്ചക്കറി സെൻട്രൽ മാർക്കറ്റിലെ ചെറുകിട വ്യാപാരം നിലനിർത്തുമെന്ന മസ്കത്ത് മുനിസിപ്പാലിറ്റി ഒമാനികളടക്കമുള്ള ഉപഭോക്താക്കളുടെ അഭ്യർത്ഥന പരിഗണിച്ചാണ് റീറ്റെയിൽ വ്യാപാരം തുടരാൻ മസ്കത്ത് മുനിസിപ്പാലിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. മാവേലപ്പഴം, പച്ചക്കറി സെൻട്രൽ മാർക്കറ്റിന്റെ മുഴുവൻ പ്രവർത്തനവും ബർക്കയിലെ
ഖസാഇനിലേക്ക് മാറ്റുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ അഭ്യർത്ഥനയെ തുടർന്ന് മാർക്കറ്റിന്റെ നിലവിലെ സ്ഥിതിയിൽ തന്നെ കച്ചവടം നടത്താമെന്നാണ് വ്യാപാരികളെ നഗരസഭ അറിയിച്ചിരിക്കുന്നത്. ശനി മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ പുലർച്ചെ 6 മണി മുതൽ രാത്രി 10 മണി വരെയാകും മാർക്കറ്റിന്റെ പ്രവർത്തന സമയം. ചെറിയ വാഹനങ്ങൾക്ക് ഗേറ്റ് നമ്പർ 2 വഴി മാർക്കറ്റിലേക്ക് പ്രവേശിക്കാവുന്നതാണെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം മാർക്കറ്റിന്റെ ഹോൾസെയിൽ പ്രവർത്തനം വെള്ളിയാഴ്ച അവസാനിപ്പിക്കും. ശനിയാഴ്ച മുതൽ ഖസാനിലെ പുതിയ സെൻട്രൽ പഴം പച്ചക്കറി മാർക്കറ്റിലായിരിക്കും പ്രവർത്തിക്കുക. ഖസാനിൽ ആധുനിക സംവിധാനത്തോടും കൂടുതൽ സൗകര്യങ്ങളോടെയുമാണ് മാർക്കറ്റ് ഒരുക്കിയിരിക്കുന്നത്. രാജ്യത്തെ ജനസംഖ്യയിൽ പകുതി പേരുടെയും മാർക്കറ്റ് ആവശ്യങ്ങളെ നിറവേറ്റാൻ പുതിയ സെൻട്രൽ മാർക്കറ്റിലൂടെ സാധിക്കും. 5 ലക്ഷം ചതുരശ്ര മീറ്റർ സ്ഥലത്ത് പൂർണ്ണമായും ശീതീകരിച്ച മാർക്കറ്റ് ദേശീയ നിലവാരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മസ്കറ്റ്. ഫിഫ ലോകകപ്പ് ഏഷ്യൻ യോഗ്യതാ മത്സരം ഒമാനും കുവൈത്തും ഗ്രൂപ്പ് ബിയിൽ. 2026 ഫിഫ ലോകകപ്പ് ഏഷ്യൻ യോഗ്യതാ മത്സരങ്ങളുടെ അവസാന റൗണ്ടിൽ ഒമാനും കുവൈത്തും ഗ്രൂപ്പ് ബിയിൽ. ദക്ഷിണ കൊറിയ, ഇറാഖ്, ജോർദാൻ, പലസ്തീൻ എന്നീ രാജ്യങ്ങളാണ് ഗ്രൂപ്പ് ബിയിൽ ഇരു രാജ്യങ്ങൾക്കൊപ്പമുള്ളത്. വ്യാഴാഴ്ച രാവിലെ മലേഷ്യയിലെ ക്വാലാലംപൂരിൽ വെച്ച നറുക്കെടുപ്പിലൂടെയാണ് ഗ്രൂപ്പുകൾ തീരുമാനിച്ചത്. 2026 ഫിഫ ലോകകപ്പിന് കാനഡ, മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവയാണ് സംയുക്തമായി ആതിഥേയത്വം വഹിക്കുക. 18 ടീമുകളെ 3 ഗ്രൂപ്പുകളായാണ് തിരിച്ചിരിക്കുന്നത്. കിർഗ്സ് റിപ്പബ്ലിക്, ഇന്തോനേഷ്യ, പലസ്തീൻ എന്നീ രാജ്യങ്ങൾ AFC ഏഷ്യൻ യോഗ്യതാ മത്സരത്തിന്റെ ഈ ഘട്ടത്തിലാണ് അരങ്ങേറ്റം കുറിക്കുന്നത്. നിലവിലെ AFC ഏഷ്യൻ കപ്പ് ചാമ്പ്യന്മാരായ ഖത്തർ, ഉസ്ബെക്കിസ്ഥാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കിർഗ്സ് റിപ്പബ്ലിക്, ഉത്തര കൊറിയ, ഇറാൻ എന്നീ രാജ്യങ്ങളാണ് ഗ്രൂപ്പ് എയിലുള്ളത്. 6ാം തവണ ഫിഫ ലോകകപ്പിലെത്താനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഇറാഖ്, ജോർദാൻ, ഒമാൻ, പലസ്തീൻ, കുവൈത്ത് എന്നിവരുൾപ്പെടെയുള്ള ബി ഗ്രൂപ്പിൽ ദക്ഷിണ കൊറിയയ്ക്ക് മേൽക്കൈയുണ്ട്. 1986 മുതൽ തുടർച്ചയായി 10 ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ കളിച്ചവരാണ് കൊറിയ. തുടർച്ചയായ 8ാം തവണയും ഫിഫ ലോകകപ്പിന് യോഗ്യത നേടുന്ന ജപ്പാനാണ് ഗ്രൂപ്പ് സിയിലെ വമ്പന്മാർ. ഓസ്ട്രേലിയ, സൗദി അറേബ്യ, ബഹ്റൈൻ, ചൈന, ഇന്തോനേഷ്യ എന്നിവയാണ് ജപ്പാനൊപ്പം ഗ്രൂപ്പിലുള്ളത്. 3 ഗ്രൂപ്പുകളിൽ നിന്നുള്ള ആദ്യ 2 സ്ഥാനക്കാർ ഫിഫ ലോകകപ്പ് 2026 സ്ഥാനമുറപ്പിക്കും. ഓരോ ഗ്രൂപ്പിൽ നിന്നും 3, 4 സ്ഥാനങ്ങൾ നേരിടുന്ന ടീമുകൾ ആകെ 6 AFC ഏഷ്യൻ യോഗ്യതാ റൗണ്ടിലേക്ക് 26 പ്ലേ ഓഫിലേക്കെത്തും. ഗ്രൂപ്പ് എ ഇറാൻ, ഖത്തർ, ഉസ്ബെക്കിസ്ഥാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കിർഗ്സ് റിപ്പബ്ലിക്, ഉത്തര കൊറിയ. ഗ്രൂപ്പ് ബി ദക്ഷിണ കൊറിയ, ഇറാഖ്, ജോർദാൻ, ഒമാൻ, പലസ്തീൻ, കുവൈത്ത്. ഗ്രൂപ്പ് സി ജപ്പാൻ, ഓസ്ട്രേലിയ, സൗദി അറേബ്യ, ബഹ്റൈൻ, ചൈന, ഇന്തോനേഷ്യ. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മസ്കറ്റ്. നൂറുകണക്കിന് പൈലറ്റുമാരെയും ജീവനക്കാരെയും റിക്രൂട്ട് ചെയ്യാനൊരുങ്ങി ഇത്തിഹാദ് എയർവേസ്. അടുത്ത 1.5 വർഷത്തിനുള്ളിൽ 100 കണക്കിന് പൈലറ്റുമാരെയും ജീവനക്കാരെയും റിക്രൂട്ട് ചെയ്യാനുള്ള വലിയ പദ്ധതിയുമായി ഇത്തിഹാദ് എയർവേസ്. 2030 സർവീസുകളുടെ എണ്ണം ഇരട്ടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്കും ഇതിന്റെ ഗുണഫലം ലഭിക്കും. 8 യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള റിക്രൂട്ടിംഗ് നടപടികളാണ് മുന്നിലുള്ളതെന്ന് ഇത്തിഹാദ് എയർവേസ് അറിയിച്ചു. സൈപ്രസ്, ബൾഗേറിയ, അൽബേനിയ, റൊമാനിയ, ഹംഗറി, പോളണ്ട് ഉൾപ്പെടെ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് ഇത്തിഹാദ് അടിയന്തര വികസനം ലക്ഷ്യമിടുന്നത്. എയർബസ് A320, A350, A380 എന്നിവയ്ക്ക് പുറമെ വിവിധ ബോയിംഗ് വിമാനങ്ങളും സർവീസ് വിപുലീകരണത്തിന്റെ ഭാഗമായി ഉറപ്പാക്കും. ഇന്ത്യ ഉൾപ്പെടെ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും കൂടുതൽ സർവീസുകൾ ഒരുക്കാനുള്ള നീക്കത്തിലാണ് ഇത്തിഹാദ് എയർവേസ്. ചുരുങ്ങിയത് പുതുതായി 2000 പൈലറ്റുമാരെയെങ്കിലും നിയമിക്കാനാണ് ഇത്തിഹാദ് തീരുമാനം. അടുത്ത വർഷത്തോടെ റിക്രൂട്ട്മെന്റ് നടപടികൾ പൂർത്തീകരിക്കും. ക്യാബിൻ ക്രൂ ഉൾപ്പെടെ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളാണ് കമ്പനി മുന്നിൽ കാണുന്നത്. മികച്ച ശമ്പളവും ആനുകൂല്യങ്ങളുമാണ് ഇത്തിഹാദ് ഓഫർ ചെയ്യുന്നത്. ആഗോളതലത്തിൽ ട്രാവൽ മേഖലയിൽ രൂപപ്പെട്ട ഉണർവ് മുൻനിർത്തി ഇത്തിഹാദിന് പുറമെ മറ്റ് വിമാന കമ്പനികളും പുതിയ നിയമന പദ്ധതികളുമായി രംഗത്തുണ്ട്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബൈ. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.